നമസ്കാരം സാർ. നമസ്തേ അഞ്ജന. മൊണോലിസ എന്ന ഹിന്ദു യുവതി ഒരു മുസ്ലിം യുവാവിനെയാണ് കല്യാണം കഴിച്ചത്. മൊണോലിസ ആരെ കല്യാണം കഴിച്ചാൽ ആർക്ക് എന്ത് ചെയ്തം? ഇതിനെ പറ്റിയിട്ട് എന്താണ് സാറിന് പറയാനുള്ളത്? ഒരു ജെനുവിൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മൊണോലിസ എന്ന യുവതി ഒരു മുസ്ലിം യുവാവിനെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു മുസ്ലിം യുവാവിനെ കല്യാണം കഴിച്ചാൽ അതെങ്ങനെ ലവ് ജിഹാദായി മാറും? എങ്ങനെ ദേശീയ പ്രശ്നമാകും? എങ്ങനെ അത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രശ്നമാകും? എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഇപ്പം ഒരു മതത്തിലുള്ള ആൾ, ഒരു ഹിന്ദു മതത്തിലുള്ള ആൾ മറ്റൊരാളെ കല്യാണം കഴിക്കുന്ന പ്രശ്നമാണെങ്കിൽ RSS നേതാവ് സുബ്രഹ്മണ്യ സ്വാമി വിവാഹം കഴിച്ചത് റോക്സാന എന്ന പാഴ്സി വനിതയാണ്. അതിനർത്ഥം സുബ്രഹ്മണ്യ സ്വാമി റോക്സാനയുടെ മേൽ ഹിന്ദു ലവ് ജിഹാദ് നടത്തിയെന്നാണോ? സുബ്രഹ്മണ്യ സ്വാമിയുടെയും റോക്സാനയുടെയും മകൾ സുഹാസിനി എന്ന പത്രപ്രവർത്തക വിവാഹം കഴിച്ചത് ഒരു മുസ്ലിമിനെയാണ്. അതിനർത്ഥം ബ്രാഹ്മണ പാഴ്സി ദമ്പതികൾക്കുണ്ടായ സുഹാസിനിയെ ഒരു മുസ്ലിം ലവ് ജിഹാദ് ചെയ്തു എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ വീട്ടിന്റെ മുമ്പിൽ പോയി ബഹളം ഉണ്ടാക്കാത്തത്? വിശ്വ ഹിന്ദു പരിഷത്തുകാര് അവിടെയൊക്കെ പോവുകയാണെങ്കിൽ അടി കിട്ടുന്ന അറിയാം. അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത്. മൊണോലിസയെ ലവ് ജിഹാദ് നടത്തി മുഹമ്മദ് ഫർമാൻ മതം മാറ്റി എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് മറ്റ് സംഖ്യകളും ഇതിന്റെ പേരിൽ വാസ്തവത്തിൽ വർഗീയ കച്ചവടം നടത്താനാണ് ശ്രമിക്കുന്നത്. വേറെ ഒന്നും ചെയ്യുന്നില്ല. വേറെ ഒന്നും അവർക്ക് അറിഞ്ഞും കൂടാ. പ്രായപൂർത്തിയായ മൊണോലിസയും പ്രായപൂർത്തിയായ മുഹമ്മദ് ഫർമാനും കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹിതരായത്. അതിന് നേതൃത്വം നൽകിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും. തങ്ങൾ ജാതിമത ചിന്തകൾക്ക് മുകളിലാണെന്ന് കാണിക്കാനാണ് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന CPIM ഇത്തരമൊരു പാൻ ഇന്ത്യൻ വാർത്തയ്ക്ക് കാർമ്മികത്വം കൊടുത്തത് എന്ന് വേണം അനുമാനിക്കാൻ. നിയമവാഴ്ചയെ അത്യധികം ബഹുമാനിക്കുന്ന വിശ്വ ഹിന്ദു പരിഷത്തും അതിന്റെ യുവജന വിഭാഗം ബജ്രംഗ് ദളും ഉടൻ തന്നെ സംസ്ഥാന DGPക്ക് പരാതി നൽകി. പ്രായപൂർത്തിയാകാത്ത മൊണോലിസ എന്ന ഹിന്ദു പെൺകുട്ടിയെ ഒരു മുസ്ലിം യുവാവ് വിവാഹം കഴിച്ചുവെന്നും അതിന് പോക്സോ ആക്ട് അനുസരിച്ച് ശിക്ഷാർഹമായ കുറ്റമാണെന്നും കാണിച്ചാണ് BHP സംസ്ഥാന ജനറൽ സെക്രട്ടറി പരാതി കൊടുത്തത്. തങ്ങൾ മൊണാലിസയുടെ അമ്മയെ ബന്ധപ്പെട്ടെന്നും 2026 ജനുവരി 21 മൊണാലിസ എന്ന ഹിന്ദു പെൺകുട്ടിക്ക് 17 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ളൂ എന്നും പരാതിയിൽ പറയുന്നുണ്ട്. 2014 ഘർ വാപ്പസി, അതായത് വീട്ടിലേക്ക് തിരിച്ചു വരവ് എന്ന മതം മാറ്റ പരിപാടിക്ക് ഇന്ത്യയിൽ നേതൃത്വം കൊടുത്ത സംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ഇന്ന് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദു മതത്തിൽ നിന്ന് പോയവരാണെന്നും അവരെ ശുദ്ധീകരിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു ഘർ വാപ്പസിയിലൂടെ ലക്ഷ്യമിട്ടത്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ മഹത്തായ ഈ സനാതന ധർമ്മത്തിൽ നിന്ന് ആൾക്കാർ മറ്റു മതത്തിലേക്ക് പോയത് എന്നതിന് സനാതനവാദികൾക്ക് അന്നും ഉത്തരമില്ല, ഇന്നും ഉത്തരമില്ല. ഘർ വാപ്പസിയുടെ ഭാഗമായി ആന്ധ്രാപ്രദേശിൽ 8000 ക്രിസ്ത്യാനികളെയും, ജാർഖണ്ഡിൽ 53 ക്രിസ്ത്യൻ കുടുംബങ്ങളെയും, പഞ്ചാബിൽ 8000 ക്രിസ്ത്യാനികളെയും, പശ്ചിമ ബംഗാളിൽ 100 ക്രിസ്ത്യാനി കുടുംബങ്ങളെയും, ഉത്തർപ്രദേശിൽ 500 മുസ്ലിങ്ങളെയും, ത്രിപുരയിൽ 100 ക്രിസ്ത്യൻ കുടുംബങ്ങളെയും, കേരളത്തിൽ 35 ക്രിസ്ത്യാനികളെയും, തമിഴ്നാട്ടിൽ 18 ക്രിസ്ത്യാനികളെയും, ഗുജറാത്തിൽ 150 ക്രിസ്ത്യാനികളെയും, ഛത്തീസ്ഗഡിൽ 1200 ക്രിസ്ത്യാനികളെയും തിരിച്ചു മാതൃമതമായ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അതാണ് ഘർ വാപ്പസി. ഹിന്ദുക്കൾ മറ്റു മതസ്ഥരെ മതം മാറ്റുമ്പോൾ അത് വീട്ടിലേക്കുള്ള തിരിച്ചുവരവ്. ഹിന്ദുക്കൾ മറ്റു മതത്തിലേക്ക് മാറുമ്പോൾ അത് ഹിന്ദു മതത്തെ തകർക്കാനുള്ള മറ്റു മതങ്ങളുടെ കുൽസിത ശ്രമങ്ങൾ. ഇതാണ് മതം മാറ്റത്തെക്കുറിച്ചുള്ള വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കാഴ്ചപ്പാട്. ഈ വിശ്വ ഹിന്ദു എന്നൊക്കെ കേട്ടാൽ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എന്തോ ഒന്നാണ് ഹിന്ദു എന്നൊക്കെ അങ്ങ് തോന്നിപ്പോകും. ഈ ഹിന്ദു എന്ന വാക്ക് പോലും ബ്രിട്ടീഷ് ചരിത്രകാരന്മാരും രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ജനതയ്ക്ക് കൊടുത്ത പേരാണെന്ന കാര്യം വിശ്വ ഹിന്ദു പരിഷത്തുകാർക്ക് അറിയാമോ എന്തോ? വെറുതെയെങ്കിലും വേദങ്ങളും ഉപനിഷത്തുകളും ഒന്നും മറിച്ചു നോക്കണം. അവിടെ എവിടെയെങ്കിലും ഈ ഹിന്ദു എന്ന വാക്ക് ഒരിടത്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ഇല്ല. ഈ മഹത്തായ വിശ്വ ഹിന്ദു പരിഷത്ത് ഇന്ത്യയിൽ നടത്തിയ കൊടിയ കുറ്റകൃത്യങ്ങളുടെ കണക്കുകൂടി മനസ്സിലാക്കിയാലേ വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും ബജ്രംഗ് ദളിന്റെയും നിയമങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് മനസ്സിലാകുകയുള്ളൂ.
1992 ബാബറി മസ്ജിദ് തകർത്ത കേസ്, 2002 ഗുജറാത്ത് വംശഹത്യയും ഇവിടെ പങ്ക്, ഗോസംരക്ഷണത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾക്കും ദളിതർക്കുമെതിരെ നടത്തുന്ന കൊലപാതകങ്ങൾ, വാലന്റൈൻ ഡേ തുടങ്ങിയവയ്ക്കെതിരെ നടത്തുന്ന മോറൽ പോലീസിംഗ്, നിരന്തരം നടത്തുന്ന വിദ്വേഷ പ്രസംഗങ്ങൾ, ലവ് ജിഹാദ് എന്ന പേരിൽ നടത്തിവരുന്ന അതിക്രമങ്ങൾ, പൗരാകാശത്തിന് മേലുള്ള അതിക്രമങ്ങൾ, നിയമലംഘനങ്ങൾ. ഉദാഹരണം, 2003 നിയമം ലംഘിച്ചുകൊണ്ടാണ് പ്രവീൺ തൊഗാഡിയ തൃശൂല വിതരണം നടത്തിയത്. മുസ്ലിം രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രതിനിധികളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുക. ഉദാഹരണം, 2024 ഡിസംബറിൽ അഗർത്തലയിലെ ബംഗ്ലാദേശി അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറെ ആക്രമിച്ചു. അയാളുടെ വീട് തല്ലി തകർത്തു. ഇത്തരം ക്രിമിനൽ റെക്കോർഡ്സ് ഉള്ള വിശ്വഹിന്ദു പരിഷത്തും ബജ്റംഗ് ദളുമൊക്കെയാണ് മൊണാലിസയുടെ വിവാഹത്തിൽ ലവ് ജിഹാദും പോക്സോ ആക്ടിന്റെ ലംഘനവും ഒക്കെ കാണുന്നത്. ഇതിനിടയ്ക്കാണ് കേരളത്തിലെ സുരേഷ് ഗോപി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ദേശസ്നേഹിയും ഹിന്ദു സംരക്ഷകനുമായ സിനിമാ സംവിധായകനും മുൻ പട്ടാളക്കാരനുമായ മൈനർ രവി മൊണാലിസയുടെ വിവാഹം പോക്സോ നിയമത്തിന്റെ ലംഘനമാണെന്നും അതിൽ CPM നേതാക്കൾക്ക് പങ്കുണ്ടെന്നുമൊക്കെ കാണിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അടുത്ത സിനിമയ്ക്കുള്ള ഒരു ഉഗ്രൻ ടോപ്പിക് ശരിയാക്കി വന്നപ്പോഴാണ് മൊണാലിസയും ഭർത്താവും ചേർന്ന് തിരുവനന്തപുരത്ത് വെച്ച് സംയുക്ത വാർത്താ സമ്മേളനം നടത്തി വിശ്വഹിന്ദു പരിഷത്തിന്റെ ആരോപണങ്ങളെ പൊളിച്ചു കളഞ്ഞത്. തനിക്ക് 18 വയസ്സ് കഴിഞ്ഞെന്നും 25 വയസ്സുള്ള മുഹമ്മദ് ഫർഹാനുമായുള്ള തന്റെ വിവാഹം പരസ്പര സമ്മതപ്രകാരമാണെന്നും ആധാർ കാർഡ് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് മൊണാലിസ പറഞ്ഞത്. അതോടെ വിശ്വഹിന്ദു പരിഷത്ത് ഊതിക്കൊണ്ടുവന്ന കൊടുങ്കാറ്റ് ദീർഘശ്വാസമായി മാറി. മൈനർ രവി ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. ഇതാ ലവ് ജിഹാദ്, കേരള സ്റ്റോറിയുടെ യഥാർത്ഥ മുഖം എന്നൊക്കെ വിളിച്ചു കൂകിയ യൂട്യൂബ് ജേർണലിസ്റ്റുകൾ വിഷയം മാറ്റി അലുവയും അയലമീനിന്റെ ചാറും കൂട്ടിക്കഴിക്കുന്ന ഫ്യൂഷൻ ക്യുസൈനെ കുറിച്ച് യൂട്യൂബ് ഗവേഷണങ്ങൾ തുടങ്ങി. വാസ്തവത്തിൽ കുംഭമേളയേക്കാൾ പ്രശസ്തയായത് മൊണാലിസ എന്ന പെൺകുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള യൂട്യൂബേഴ്സും മൊണാലിസയെക്കുറിച്ചുള്ള വാർത്ത കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ ചിലർ പറയുന്നത് ഇന്ത്യ പുരോഗമിക്കാത്തതിന്റെ കാര്യം ഇത്തരം നിസ്സാര കാര്യങ്ങളിൽ ഇന്ത്യൻ ജനതയും മാധ്യമങ്ങളും ആവശ്യത്തിലേറെ പ്രാധാന്യം ശ്രദ്ധയും കൊടുക്കുന്നു അതുകാരണമാണെന്നാണ്. അത് ശരിയാണ് ഒരർത്ഥത്തിൽ. മോദിയുടെ മന്ത്രിസഭയിലെ അംഗം എപ്സ്റ്റീന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിട്ടും വിശ്വഹിന്ദു പരിഷത്ത് പ്രതികരിച്ചിട്ടില്ല. ട്രംപ് പറഞ്ഞതനുസരിച്ച് മോദി ഇസ്രായേലിൽ പോയി ഹി സാങ് ആൻഡ് ഡാൻസ്ഡ് എന്ന് എപ്സ്റ്റൈൻ മോദിയുടെ ഓവർ ആക്ടിങ്ങിനെ കുറിച്ച് എഴുതിയത് കണ്ടിട്ടും വിശ്വഹിന്ദു പരിഷത്ത് പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള യുദ്ധം നിർത്തിയ താനാണെന്ന് ട്രംപ് 50 പ്രാവശ്യം പറഞ്ഞിട്ടും വിശ്വഹിന്ദു പരിഷത്ത് പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം വ്യാപാര കരാർ ഒപ്പിട്ടുവെന്ന് ഇന്ത്യൻ പാർലമെന്റ് കൂടുന്ന സമയത്ത് ഇന്ത്യൻ ജനതയെ ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചപ്പോഴും വിശ്വഹിന്ദു പരിഷത്ത് മിണ്ടിയിട്ടില്ല. 1 മാസത്തേക്ക് കൂടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള അനുവാദം താൻ ഇന്ത്യക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ട്രംപ് പറഞ്ഞപ്പോഴും വിശ്വഹിന്ദു പരിഷത്ത് മിണ്ടിയിട്ടില്ല. പക്ഷേ മൊണാലിസ എന്ന ഹിന്ദു യുവതി ഒരു മുസ്ലിമിനെ വിവാഹം കഴിച്ചാൽ വിശ്വഹിന്ദു പരിഷത്തിന് ഹാലിളകും. ഇവർ ഇന്ത്യക്ക് നാണക്കേടാണ്, ഹിന്ദു മതത്തിന് തന്നെ നാണക്കേടാണ്.